അമ്മസ്സലാത്തു, അപ്പോൾ സ്വലാത്ത് നിസ്കാരം. നമ്മുടെ പറഞ്ഞപ്പോ എന്താണ്? ദുന്നവിയായ ഫഖീഹ്, ദുന്നവിയായ അറിവ്, അതിനെപ്പറ്റി പ്രതിപാദിച്ചു പോകുന്നതാണ്. അപ്പൊ നിസ്കാരം. വൽ ഫഖീഹു, ഒരു പണ്ഡിതൻ, യുക്തി വിസിഹത്തി, ശരിയാണെന്ന് ഫത്വ കൊടുക്കും. എപ്പോ? ഇതാ അത്ത ബി സൂറത്തുൽ അഅ്മാലി, നിസ്കരിക്കുന്ന ആള് കർമ്മം അതിന് രൂപത്തിൽ കൊണ്ടുവന്നാൽ, മഅലാഹിൽ ശുറൂത്തി, ഷറത്തുകളുടെ ബാഹ്യത്തോടുകൂടെ. ഷർത്തൊക്കെ റെഡിയാണ്. വഇൻ കാന വാഫിറൻ ഫീ ജമീഇ സ്വലാത്തിഹി മിൻ അവ്വലിഹ ഇലാ ആഖിരിഹ, നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ മുഴുവത്തിലും അവരശ്രദ്ധവാനാണ്. എന്നിരുന്നാലും ഷർത്തും പറഞ്ഞൊക്കെ പാലിച്ചു ലാഹിറില്. അങ്ങനെ പാലിക്കുന്നതോട് നിസ്കരിച്ചാൽ, ആ നിസ്കാരത്തെ കുറിച്ചൊരു പണ്ഡിതൻ ചോദിച്ചാൽ ലാഹിർ ആ പണ്ഡിതൻ പറഞ്ഞ നിസ്കാരം ശരിയായി എന്നാണ്. മസ്ഊലം ബി തഫക്കുരി ബി ഹിസാബി മുഅമലാത്തി ഫി സൂഖി, അങ്ങാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപാടുകൾ, ആ ഇടപാടിന്റെ കണക്കുകൾ അതിലിങ്ങനെ ചിന്തിക്കുകയാണ് നിസ്കരിക്കുന്നവൻ. ആ ചിന്ത കൊണ്ട് ജോലിയായ നിലയിൽ എനിക്ക് ഇന്നാളൊക്കെ ഇത്ര തരാനുണ്ട്, ഞാൻ കൊടുക്കാനുണ്ട്, ഇന്ന് ഇത്ര ചെലവായി, ഇത്ര വരുമാനം, ഇത്ര ചിലവ്, കച്ചവട സാധനമൊക്കെ കഴിഞ്ഞു, ഇനി കൊണ്ടുവരണം, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിസ്കരിച്ചു. ഇതുകൊണ്ട് ലാഹിറിൽ നിസ്കാരം ബാത്തിലാവുന്ന ഫത്വ എഴുതൂല, ശരിയാണ് എന്ന് പറയും. ഇല്ല എന്താ തെക്കിപ്പീര്, ഈ പറഞ്ഞത് തെക്കിബിന്റെ അവസരത്തിൽ ഒഴികെ. തെക്കിബിന്റെ അവസരത്തിൽ ചിന്തിക്കാൻ പറ്റൂലല്ലോ, അപ്പൊ ശരിയാവില്ലല്ലോ. വാദികി സ്വലാത്തു, എത്തരത്തിൽ ഈ നിസ്കാരമാണെങ്കിൽ ലാ തൻഫഉ ആഖിറത്തി, ആഖിറത്തിലൊരു ഉപകാരമല്ല. ആഖിറത്തിൽ ഉപകരിക്കണമെങ്കിൽ എന്ത് വേണം? ഖുശൂ വേണം. അതാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. നിസ്കാരം ശരിയാകുമെങ്കിലും സൂഫിയാക്കളുടെ അടുത്ത് ഖുശൂ നിർബന്ധമാണ്. കർമ്മത്തിൽ സുന്നത്താണെങ്കിലും ഖുശൂ നിർബന്ധ. കാരണം ആഖിറം നേടണമെങ്കിൽ ഖുശൂ വേണം. അതന്നെ ഏതുപോലെ വിധിച്ചു? കമാ അന്നൽ ഖൗല ബിൽ ലിസാനി ഫിൽ ഇസ്ലാമി ലാ യൻഫഉ, ഇസ്ലാമാകുമ്പോൾ സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തി നാക്കുകൊണ്ട് ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞു, അത് ഇസ്ലാമിലേക്ക് അത് ഉപകാരപ്പെടുമോ? ഇല്ല. എന്നതുപോലെ തന്നെയാണ് നിസ്കാരം നടത്തി, നിസ്കാരം ശരിക്കും നടക്കും, പക്ഷെ ആഖിറത്തിൽ ഉപകാരമില്ല. അങ്ങനെയാണെങ്കിലും വലാകിന്നൽ ഫഖീഹ യുഫ്തി ബിസിഹത്തി, നിസ്കാരം ശരിയാണ് എന്നതുകൊണ്ട് ഫഖീഹ് ഫത്വ കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഐ അന്നമാ ഫഅലഹു, ഈ മുസല്ലി പ്രവർത്തിച്ച കാര്യം ഹസന ബിഹി, അവൻ പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടായി. ഇംതിസാലു സീഗത്തിൽ അംരി, നിസ്കരിക്കണം എന്ന അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായിരുന്നു. ആ കൽപ്പന അമ്രല്ലേ, അമ്ര സിയ, സെല്ലു, നിങ്ങൾ നിസ്കരിക്കുന്നു. ആ സെല്ലു എന്ന് പറയുന്ന അമ്ര സീഗയാണ്. ആ സീഗക്ക് എന്താണ് വഴിപ്പെട്ടു. ആ വഴിപ്പെടുക എന്നുള്ളത് ഇയാൾ നിസ്കരിച്ചുകൊണ്ടായി. നിസ്കാരം കൊണ്ട്, ഈ കർമ്മം കൊണ്ട് അയാൾ മുറിഞ്ഞു. അൽ ഖത്ലി വത്തഅദീർ, സൃഷ്ടിക്കുക, കൊന്നുകളയുക, ഇതില്ല. അത് അയാൾ തൊട്ട് ഒഴിവായി. നിസ്കരിക്കാത്തതിന് ഒരു തല്ലണം. കാഫിർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ജമാക്കളുടെ സമയവും കഴിഞ്ഞ് നിസ്കരിച്ചില്ല, ഇതിനെ കൊല്ലേണ്ടി വരും. ഇങ്ങനെ കൊല്ലുക, ശിക്ഷിക്കുക എന്നുള്ള പരിപാടി ഉണ്ട്. അതൊക്കെ ഇയാൾക്ക് ഒഴിവായി ഈ നിസ്കാരം കൊണ്ട്. അത് ഭൗതികമായൊക്കെ റെഡിയായി. ഇത് ഭൗതികമാണ്. ഈ ഭൗതികം ശരിയാണെന്ന് പണ്ഡിതൻ പറഞ്ഞ പണ്ഡിതൻ ഭൗതികമാണ്. ശബ്ദേ പറഞ്ഞു പോയിക്കണം, തുറന്നു തരാൻ ഒന്ന് വിചാരിച്ച അല്ലാഹുവോട്. അപ്പൊ അമ്മൽ ഖുശൂ, അപ്പൊ പിന്നെ ഭക്തി എന്ന് പറഞ്ഞ സാധനം, ഇഹ്ളാറുൽ ഖൽബി, ഖൽബിന്റെ സാന്നിധ്യം, അല്ലദീ, എങ്ങനത്തെ ഖുശൂ, എങ്ങനത്തെ ഇഹ്ളാർ ഖൽബ്, അത് അമൽ ആഖിറത്തി, അത് ആഖിറത്തിന്റെ കർമ്മമാണ്.
അപ്പൊ ആഖിറത്തിൽ ഉപകരിക്കണമെങ്കിൽ കൽബ് കർമ്മം ചെയ്യണം. കൽബിന്റെ കർമ്മമാണ് സാന്നിധ്യം, ഭക്തി, അള്ളാന്റെ മുന്നിലാണെന്നുള്ള ബോധം. വബിഹി, ഇതുകൊണ്ട് യംഫഉൽ അമലു ലാഹിറു, ലാഹിറിൽ ചെയ്ത അമൽ ഉപകരിക്കും ഈ ഭക്തി കൊണ്ട്. ലാ യതഅറദു ലഹുൽ ഫഖീഹ്, ഇയാളെ ഉള്ളിൽ ഭക്തിയുണ്ടോ എന്തൊക്കെ ചിന്തിക്കുന്നതിന്റെ സംഗതിയിലേക്ക് ഒരു പണ്ഡിതന് വെളിപ്പെടാൻ കഴിയൂല. അങ്ങനെ വെളിപ്പെടാൻ കഴിയാത്ത ഈ ലാഹിറായ അവർ ഉപകരിക്കും. ആ പണ്ഡിതന്മാർക്ക് ലാഹിറിലേക്ക് പത്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അത് ദുന്യാവാണ്. ആഖിറം രഹസ്യമായി കിടക്കുന്ന ഒന്നാണ്. അത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. അവിടേക്ക് പണ്ഡിതന്മാർക്ക് കയറി ചെല്ലാൻ കഴിയൂല. അള്ളാന്റെ ഔലിയാക്കൾ പറ്റും. വലോ തഅറദ ലഹു ലകാന ഖാരിജൻ അൻ ശരീഅ. അപ്പൊ ഇവിടെ ഒരടിമയുടെ കൽബിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഈ ഫഖീഹ് വരികയാണെങ്കിൽ അയാൾ ഫന്നന്ത ഫിഖ്ഹാണ്. ആ ഫിഖിനെ തൊട്ടാൽ പുറത്തുപോയി, അതാണ് ചർച്ച ഫിഖ്ഹല്ല എന്ന് പറയാം. ഇത് നിസ്കാരം, ഈ സാമ്പത്തിക ഇടപാടുള്ള സക്കാത്ത്. അമ്മ സക്കാത്തു, അപ്പോൾ സക്കാത്ത് ഫൽ ഫഖീഹു, അത് പണ്ഡിതൻ, യൻദുറു, അയാൾ നോക്കും, ഇലാമ, ഒന്നിലേക്ക്, എങ്ങനത്തൊന്ന്, യഖ്തൗ ബിഹി, ആ ഒന്നുകൊണ്ട് യുഖ്തു ഉറപ്പിക്കപ്പെടാം, എന്ത് മുറിക്കപ്പെടാം, മുതാലബത്തു സുൽത്താനി, സുൽത്താന തേട്ടം അതുകൊണ്ട് മുറിക്കപ്പെടാൻ പറ്റും. എപ്പോ ഹത്താ ഇദം തനാ അൻ അദാഇഹ, ആ സക്കാത്ത് വീട്ടലിനെ തൊട്ട് ഈ ചങ്ങായി വിസമ്മതിച്ചു. എന്നിട്ടോ അഖദഹ സുൽത്താനു, ആ സുൽത്താൻ എന്തായെന്നറിയാമോ, അത് പിടിച്ചെടുക്കും. ഖഹ്റൻ, നിർബന്ധമായിട്ട് പിടിച്ചെടുക്കും. അങ്ങനെയുള്ള ഒരു തേട്ടം ഭരണാധിപനുണ്ട്. ആ തേട്ടത്തെ മുറിച്ചു കളയാൻ പറ്റുന്ന കാര്യം എന്താണ്, അതിലേക്കാണ് ഫഖീഹ് നോട്ടം. എന്നിട്ട് ഹക്കമ, അയാൾ വിധിക്കും, ബി അന്നഹു, നിശ്ചയമായിട്ടും ഇവൻ, ബരിഅത്ത് ദിമ്മത്തു, സക്കാത്ത് കൊടുക്കേണ്ടവൻ ഇപ്പൊ അവന്റെ ഉത്തരവാദിത്വം ഒഴിവായിട്ടുണ്ട് എന്നൊരു വിധി വിധിക്കണം. അങ്ങനെ വിധിക്കണമെങ്കിൽ എന്ത് വേണം, അത് കൊടുത്തു വിട്ടണം. കൊടുത്തു വീട്ടിയില്ല എങ്കിൽ ഭരണാധിപൻ പിടിച്ചു വാങ്ങും. ഇത്യാദി കാര്യങ്ങളിലേക്കാണ് ഒരു പണ്ഡിതൻ നോട്ടം. ഇവിടെ ഒരു സംഭവം ഉദ്ധരിച്ചു തരാം. ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്, അന്ന അബാ യൂസുഫുൽ ഖാലി, അബാ യൂസുഫുൽ ഖാലി എന്ന ആള്, കാല യഹബു മാലഹു, അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടായിരുന്നു. ആ സമ്പത്ത് ഓസാരമായി കൊടുക്കും. ആർക്ക്, ഈ സൗജത്തിഹി, തന്റെ ഭാര്യക്ക് കൊടുക്കും. അവസാനം ഭാര്യക്ക് കൊടുക്കും അലീബത്ത്. ആഖിർ ഹൗലി, കൊല്ലത്തിന്റെ അവസാനം, കൊല്ലം പൂർത്തിയാകുമ്പോൾ അത് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ആ സക്കാത്ത് കൊടുക്കണമെങ്കിൽ കൊല്ലം തികയണല്ലോ. അപ്പൊ ഇയാളെ കയ്യിൽ കൊല്ലം തികയോ സ്വത്തുണ്ടാവില്ല. അപ്പൊ ഇയാളെ പണി എന്താ, വർഷം അവസാനമാകുമ്പോത്തിന് ഭാര്യക്ക് ഈ സ്വത്തൊക്കെ ഇബത്ത് കൊടുക്കും. എന്നിട്ട് പോയി എസ്തൗഹിബു മാലഹ, അപ്പൊ അയാൾക്ക് കൊടുത്തു. എന്നിട്ട് ആ സമ്പത്ത് എന്താകും, ഇയാൾ വഹബായിട്ട് തേടും. ഇപ്പൊ സക്കാത്തിന്റെ സമ്പത്ത് എന്താക്കി വരും, അത് ഇബത്തായിട്ട് തേടും. എന്തിനാ തേടുന്നത്, ഇസ്ഖാത്തല്ലി സക്കാത്തി, ആ സമ്പത്തിലുള്ള സക്കാത്ത് കൊടുത്തു വിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പണിയുണ്ടായിരുന്നു അബു യൂസുഫിന്. അപ്പോ സക്കാത്ത് ഒഴിവാക്കി കിട്ടണം. ആ സക്കാത്ത് ഒഴിവാക്കി കിട്ടാനുള്ള മാർഗം എന്താ, കൊല്ലവസാനത്തില് ഭാര്യക്ക് ഇബത്ത് കൊടുക്കുക. അപ്പൊ ഇബത്ത് കൊടുക്കുന്നതോട് ആളെ കയ്യിൽ സ്വത്തില്ല, അത് ഭാര്യക്ക് കൊടുത്തു. കൊല്ലം പൂർത്തിയാകുമ്പോൾ സ്വത്തില്ലല്ലോ, ഭാര്യന്റെ കയ്യിൽ സ്വത്ത് സക്കാത്ത് കൊടുക്കാൻ സമയമായിട്ടില്ലല്ലോ. അപ്പൊ ഇയാൾക്ക് സക്കാത്ത് കൊടുക്കണ്ട. കാലിന് സുൽത്താൻ വന്ന് പിടിച്ചെടുക്കില്ല. ഇങ്ങനെ പണി ഇയാൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഒക്കിയതാലിക്ക, ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടു കൊടുത്തു. അബി ഹനീഫ, അബു ഹനീഫ തങ്ങൾക്ക് ഉദ്ധരിക്കപ്പെട്ടു കൊടുത്തു. ഇങ്ങനെ അബു യൂസുഫ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കാല, അപ്പോ ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞ മറുപടി, മിൻ ഫിഖ്ഹിഹി, അത് അയാൾ മനസ്സിലാക്കിയതാണ്, അത് അയാൾ അറിവ് പ്രകാരം ചെയ്തതാണ്. അങ്ങനെ അയാൾ ചെയ്ത പണി ഇമാം അബു ഹനീഫ തങ്ങൾ സത്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റപ്പെടുത്താൻ കഴിയൂല. കാരണം എന്താ, ഫഇന്നദാലിക, നിശ്ചയമായിട്ട് ആ ചെയ്ത പണി മിൻ ഫിഖ്ഹി ദുനിയ, അത് ദുന്യാവിന്റെ അറിവിൽപ്പെട്ട ഒന്നാണ്, മറന്നില്ല. ദുന്യാവുകൊണ്ട് കഴിച്ചിലായി. പക്ഷേ വലാക്കിൻ മലറത്തു,
എങ്കിലും അങ്ങനെ ചെയ്താൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. ആ പ്രയാസം ഫിൽ ആഖിറത്തി, ആഖിറത്തില് അഅലമു, അത് വലുതാണ്, മിൻ കുല്ലി ജിനായത്തിനും, എന്തെല്ലാം അക്രമം ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ വലിയൊരു അക്രമമാണ് ഇയാൾ ചെയ്തത്. അത് ചെയ്യാൻ പാടില്ല, അത് കുറ്റാണ്. ദുനിയാവിന് കഴിച്ചലാകാം, ആഖിറത്തിൽ കഴിച്ചലാകാം. എന്താ ഇവിടെ പറഞ്ഞത്? സക്കാത്ത് കൊടുത്തതും കൊടുക്കണ്ടെങ്കിൽ ഇയാൾ കൊടുത്ത ഈബത്ത് ശരിയാണ്, അത് തെറ്റൊന്നുമില്ല, സക്കാത്തിന്റെ ബാധ്യത ഇല്ല ഇയാൾക്ക്. പക്ഷെ സക്കാത്ത് ബാധ്യതയാവുമെന്ന് വിചാരിച്ച് ഇയാൾ ചെയ്ത തന്ത്രമാണ്. ആ തന്ത്രം ആഖിറത്തിൽ കളിക്കൂല എന്ന് മാത്രം. അപ്പൊ ഇതുപോലത്തതൊക്കെ ഹുവ, അത് അൽ ഇൽമുല്ലാർ, ഉപകാരമില്ലാത്ത ഉപദ്രവമായ ഇൽമാണ്. ഇൽമാണ് എന്ത് ഉപകാരം കിട്ടിയത്? ആഖിറത്തുക്ക് ഉപകാരമല്ല, ആഖിറത്തേക്ക് പിന്നെ അക്രമല്ല കിട്ടിയത്, നിറ കിട്ടിയത്. അതാണ്. അത് സക്കാത്ത് സാമ്പത്തികം, ഇബാദത്ത് ബദനിയത്തും പറഞ്ഞു. ഇനി ഹലാല് ഹറാം എടുക്കുക. അമ്മൽ ഹലാലു വൽ ഹറാമു. അപ്പൊ ഹലാല് ഹറാമ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഫൽ വറഉ അനിൽ ഹറാമ്, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ദീനി, അത് ദീനിൽ പെട്ടതിനാണല്ലോ. പക്ഷേ ദീനിൽ പെട്ടതാണ് ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക എങ്കിലും വലാക്കിന്നൽ വറ, സൂക്ഷ്മത എന്ന് പറയുന്നത് ലഹു, അതിനുണ്ട് അർബഅത്തു മറാത്തിബ, 4 സ്റ്റാൻഡേർഡുകളാണ്. ആ 4 മർത്തബ പാലിക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. ഏതൊക്കെയപ്പത്? അൽ ഊല, ഒന്നാമത്തെ മർത്തബ അൽ വറഉ, സൂക്ഷ്മത. അല്ലതീ, എങ്ങനത്തെ സൂക്ഷ്മത? യുസ്തറത്തു ഈ അദാലത്തി ഷഹാദത്തി, സാക്ഷിയുടെ നീതിയിൽ. ഷഹാദത്തെടുക്കുമ്പോൾ നീതി വേണമല്ലോ. അപ്പോ ആ ഷഹാദത്തിന്റെ നീതിയിൽ ഷർത്താക്കപ്പെടുന്ന വറയുണ്ട്, അതാണ് ഒന്ന്. വഹുവ, ഏതാണ് ആ അദാലത്തിൽ ഷർത്താക്കപ്പെടുന്ന വറയ്? അത് അല്ലതി, ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? യഖ്റുജു ബി തർക്കിഹി, അത് ഉപേക്ഷിക്കൽ കൊണ്ട് പുറത്തു പോകും. അൽ ഇൻസാനു, മനുഷ്യൻ, എന്തിനെ തൊട്ട് പുറത്തു പോകും? അൻ അഖിലിയത്തി ഷഹാദത്തി, ഷഹാദത്തിന് അഖിലായിരിക്കുക എന്നത് പോകും. വൽ ഖളായി, വിധി പറയുക. വൽ വിലായത്തി, അധികാരം. ഇത്യാദി കാര്യങ്ങളൊന്നും അർഹനല്ല എന്ന് ഈ മനുഷ്യൻ ആ കാര്യം ഒഴിവാക്കിയ ആയി. അത്രത്തോളം ഗൗരവമുള്ള ഒന്നാണ് പറയുന്നത്. അപ്പൊ ഷഹാദത്തിന് പറ്റാത്തതുണ്ടാവും, ഖളാവിന് പറ്റൂല, വിലായത്തിനും പറ്റൂല, വറ ഉപേക്ഷിച്ചാൽ. അങ്ങനത്തെ വറാണ് ഒന്ന്. ഏതാണത്? ഓ, അത് അൽഹിത്റാസു അൽ ഹറാമിൽ ലാഹിരി, ബാഹ്യമായിരിക്കുന്ന ഏതെല്ലാം തെറ്റായ കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം സൂക്ഷിക്കണം, അതൊന്നും പാടില്ല. അപ്പൊ ഒരു ഹറാമും ചെയ്യാൻ പാടില്ല, അതാണ് വറായി. ഇനി അസാനിയത്തു, രണ്ടാമത്തെ സ്ഥാനം വറഉ സാലിഹീന, സദ്വിത്തരായ ആളുകളുടെ സൂക്ഷ്മത, നല്ല മനുഷ്യന്മാരുടെ സൂക്ഷ്മത. അതെന്താണ്? അത് ആ തവക്ക് സൂക്ഷിക്കണം. പിന്നെ സുബ്ഹാത്തി, ശുബ്ഹകള്. അല്ലത്തി, എങ്ങനത്തെ ശുബ്ഹകള്? യതഖാബിലു ഫീഹ, ആ ശുബ്ഹകളിൽ സ്വീകരിക്കും. അല്ല ഇഹ്തിമാലാത്തി, സാധ്യതകൾ. ഹറാമിനും വരാം, ഹലാലിനും വരാം, ഇത്തരം സാധ്യത ഉണ്ടാവും. ഇങ്ങനെയുള്ള ആ ശുബ്ഹാത്തുകൾ എന്താവുക? ഉപേക്ഷിക്കണം. ഇത് വാസ്തവത്തിൽ സാധാരണക്കാർക്കില്ല, ഇത് സാലിഹായ ആൾക്കാർ സൂക്ഷ്മതയാണ്. നോക്കുവാൻ തെളിവുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക എന്ന് പറഞ്ഞു. ദഅ, നീ ഉപേക്ഷിക്ക്, മാ, ഒന്നിനെ. എങ്ങനത്തെ ഒന്ന്? യരീബുക, നിന്നെ സംശയിപ്പിക്കും. അപ്പൊ നിനക്ക് സംശയം വരുന്ന ഒന്നിന് അത് കളഞ്ഞളാ. എന്നിട്ട് എവിടേക്ക് ഉപേക്ഷിക്കണം? ഇലാ മാലാ യരീബുക, നിനക്ക് സംശയം വരാത്ത ഒന്നിലേക്ക്. അപ്പൊ നിനക്ക് യഖീനായ കാര്യം എടുത്താ, ഈ സാധനത്തെ ഹറാമാണോ ഹലാലാണോ എന്തോ തിരിയില്ല, നമുക്ക് സംശയമില്ല, ഡൗട്ടായി. ആ ഡൗട്ട് കളഞ്ഞിട്ട് വളരെ കറക്റ്റായിട്ട് പോയിക്കണം, ഡൗട്ട് എടുക്കണ്ട, അത് കളഞ്ഞതാണ്. ഇത് നബി പറഞ്ഞതാ. ഇത് സാലിഹ്യങ്ങൾക്കുള്ള വറആണ്, എല്ലാവർക്കും ഇത് പറ്റും. സാലിഹ് എന്തായാലും ചെയ്യും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും നബി തങ്ങൾ പറയുന്നു, അൽ ഇസ്മു ഹസ്സാദുൽ ഖുലൂബ് എന്നാണ്. കുറ്റം ചെയ്യുന്ന പണിയുണ്ടല്ലോ, മനുഷ്യ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്ന, ഹമ്മിലാക്കുന്ന, പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണത്. അപ്പൊ കുറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ അർത്ഥം.
അപ്പൊ 2 സ്ഥാനമായി. അസ്സാലിസത്തു മൂന്നാമത്തെ സ്ഥാനം വറഉൽ മുത്തഖീൻ. സാധാരണക്കാർക്ക് കഴിഞ്ഞു, സാലിഹ്യങ്ങൾക്ക് കഴിഞ്ഞു. ഇനി പോണ് 1 സ്റ്റാൻഡേർഡ് മുത്തഖീങ്ങളാണ്. വഹുവ മുത്തഖീങ്ങൾ പറയുന്നത് പറഞ്ഞാൽ എന്താ? തെർക്കുൽ ഹലാലിൽ മഹല്ല്, തനിച്ച ഹലാലേക്കാണ് എടുക്കാം, അത് ഒഴിവാക്കാണ്. അല്ലതി എങ്ങനത്തെ തനിച്ച ഹലാല്? യുഖാബു മിൻഹു, ആ തനിച്ച ഹലാൽ എടുത്താൽ പേടിക്കപ്പെടും. അദാഉഹു, ആ തനിച്ച ഹലാല് വീട്ടിൽ ഇല്ല ഹറാമി, ഹറാമിലേക്ക് കൂട്ടിപ്പോകും, അത് പേടിണ്ട്. ഹറാമിലേക്ക് കൂട്ടുകയാണ്, തനിച്ച ഹലാൽ തന്നെയാണ്, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ പേടി എന്താ? ഹറാമിലേക്ക് കൂട്ടുമ്പോതിൽ പേടി ഉണ്ടാവും. അങ്ങനെ വരുന്ന ഒന്നുണ്ടെങ്കിൽ മുത്തഖീങ്ങളായ ആളുകൾ ഹലാൽ പറ്റ ഒഴിവാക്കും. അത് തെളിവുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യകൂനു റജുലു, ഒരാൾക്ക് ആകാൻ കഴിയൂല, മിനൽ മുത്തഖീന, മുത്തഖീൽപ്പെട്ടവനാകൂല, അയാള് തഖ്വയുള്ളവനാകൂല. ഏതുവരെ? ഹത്താ യദഅ, അവൻ ഉപേക്ഷിക്കുന്നത് വരെ. എന്തിനെ? ഒന്നിനെ. എങ്ങനത്തൊന്ന്? ലാ ബഅസ ബിഹി, അത് കുഴപ്പമില്ല, അതെടുക്കാം, ഇങ്ങനെ പറയാം, അത് ചെയ്യാം, ആദ്യ വിരോധമല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അത് കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്നവർ കളയണം. അത് കളയുന്നത് വരെ മുത്തഖീൽ പെടൂല. എന്തേ കാരണം? മഹാബത്തും മിമ്മ ബി ബസു, കുഴപ്പം വരും. കുഴപ്പമുള്ളതായിരിക്കുന്ന ഒന്നാൾ പേടി അവിടെ വരുന്നുണ്ട്. കുഴപ്പമില്ല അവസാനം കുഴപ്പത്തിൽ കിട്ടും. അത് മഹാബത്തും മിമ്മ, ഒന്നിനെ പേടിച്ചതിന് വേണ്ടി. എങ്ങനത്തെ ഒന്ന്? ബിഹി, ആ ഒന്നിനുണ്ട് ബസ്, കുഴപ്പമുണ്ട്, അങ്ങനെ ഒന്ന് വരും. കുഴപ്പമില്ല എന്ന ദിവസം കുഴപ്പത്തിൽ കിട്ടും. അങ്ങനെ സംഗതി പറ്റ ഒഴിവാക്കിയ പിന്നെ പ്രശ്നം വരുന്നല്ലോ. അതാണ് മുത്തഖീങ്ങൾ. അപ്പൊ ഇബാദത്തിന്റെ കാര്യങ്ങളും എല്ലാം അവർ നല്ല നിലക്ക് തന്നെ കൊണ്ടുവരുള്ളൂ. അവിടെ അത് കൂട്ടിയ കുഴപ്പമില്ല, ഇത് ചേർത്താൽ കുഴപ്പമില്ല, ഒന്നും നോക്കണ്ട, അതൊക്കെ ഒഴിവാക്കും. വദാലിക, പറഞ്ഞത് മിസ്ലു തവർറുഇ, അതിന് ഉദാഹരണം പറയാം. എങ്ങനെ ഇപ്പൊ മുത്തഖീങ്ങൾക്കുള്ള തഖ്വ, കുഴപ്പമില്ലാത്തതിനെ ഒഴിവാക്കല്, കുഴപ്പത്തെ പേടിച്ച്, അതിന് ഉദാഹരണം. ആ തവർറു അൻ തഹദ്ദുസി ബി അഹ്വാലിൻ നാസി, ജനങ്ങളെ കാര്യം സംസാരിക്കുക. ഓരങ്ങനെയാണ്, ഇങ്ങനെ ജനങ്ങളുടെ അവസ്ഥ നോക്കുക, അവരുടെ അവസ്ഥ എടുത്തിട്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചിട്ട് അതിനൊരു ആ സംസാരം പാടെ ഉപേക്ഷിക്കലാണ്. എന്തുകൊണ്ട്? ഇഞ്ചിറാരി ഗീബത്തി, ഖീഫത്തും ഇഞ്ചിറാരി ഗീബത്തി, അത് അവസാനം എവിടെത്തും? പറയുമ്പോ നമ്മൾ അയാളെ വിഷമങ്ങളും, അയാൾ പാവപ്പെട്ടവരാണ്, അയാൾക്കൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയും. നല്ല കാര്യങ്ങൾ പറയാം, അങ്ങനെ പറയാൻ നല്ലതാണ്. അത് പറഞ്ഞ അവസാനം എവിടെ എത്തും? ദൈവത്തിലേക്ക് ചെന്ന് കൂട്ടും. അപ്പൊ ദൈവത്തിലേക്ക് വലിച്ചു കൂട്ടും. ആ വലിച്ചു കൂട്ടൽ പേടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വാതിൽ നടക്കുക. ആദ്യം കുഴപ്പമില്ല സംസാരിച്ച് പിന്നെ കുഴപ്പത്തിലേക്ക് എത്തുന്ന അപ്പം അങ്ങനെ ഉണ്ടല്ലോ. എന്ത് പാവം, അയാൾക്ക് ഇതൊക്കെ വരേണ്ടി വരും. എന്തുകൊണ്ടാ? അയാൾ മോശത്തരം കൊണ്ട് അവസാനം പിന്നെ പറയേണ്ടി വരും. അപ്പൊ നന്മ പറഞ്ഞ തിന്മയിലേക്ക് എത്തുന്നു. അപ്പൊ ആ പാടെ അത് ഒഴിവാക്കുക. അതാണ് മുത്തഖീങ്ങളുടെ ഉദാഹരണം. ഇനി മറ്റൊന്ന്, ഇച്ഛകൾ, എന്തൊരു ആഗ്രഹം ഉണ്ടാവും, ആ ആഗ്രഹങ്ങളൊക്കെ തിന്നാൻ നോക്കുക. പറ്റൂല, എല്ലാം തിന്നാന്ന് പൂതി ഉണ്ടാവും. തിന്നാന്നില്ല ഹലാലാണ്. അത് ആശ വരും മുഴുവൻ തിന്നുക. അത് തിന്നാതെ അതേ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക, അത് ഒഴിവാക്കണം. അതെന്തുകൊണ്ട്? ഖീവത്തമ്മിൻ ഹൈജാനി നഷാത്ത്, ആശിച്ചതെല്ലാം തിന്നു കഴിഞ്ഞാൽ ഉന്മേഷം എന്ന് പറയുന്നത് വികാരം ഉണ്ടാക്കിയത്, ഒരു ഉന്മേഷം ഇറങ്ങി പുറപ്പെടും. വൽ ബത്തരി, അഹങ്കാരം ഉണ്ടാവും. എങ്ങനത്തെ അഹങ്കാരം? അൽ മുഅദ്ദി, അത് കൂട്ടുന്നതാണ്. ഇലാ മുഖാറബത്തുൽ മഹ്ദൂറാത്ത്, ഹറാമായ അപകടകരമായ കുറ്റങ്ങൾ പ്രവർത്തിക്കുക എന്നതിലേക്ക് കൂട്ടുന്ന രീതിയിലുള്ള അഹങ്കാരങ്ങളും ഉന്മേഷം ഇളകി പുറപ്പെടും. അത് പുറപ്പെടുന്ന പേടിയുണ്ട്. ആ പേടിയുള്ളത് കൊണ്ട് വികാരമുള്ളതൊക്കെ മാറ്റിവെക്കുക. അങ്ങനെ ഉണ്ടല്ലോ, നല്ലോണം തിന്നു കൊഴുത്താല് എന്തും ചെയ്യാൻ തന്റെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഉന്മേഷം കൂടി വികാരം കൂടി കച്ചറിയും കിച്ചറി അടി ഇടി കളി തമാശക്ക് വരാൻ കാരണം തീറ്റ കൂടിയിട്ടാണ്. ഹലാലാന്ന് പറഞ്ഞ എല്ലാം ഭാര്യ വെച്ച് തിന്നാം. അങ്ങനെ വരുമ്പോൾ അപകടമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? തീറ്റ ഒന്ന് വിധത്തിലാക്കുക, ആവശ്യം മാത്രം തിന്ന, വികാരം മുഴുവൻ ആശകളൊക്കെ തിന്നാവും കണ്ടാൽ അത് ഒഴിവാക്കലാണ്
മുത്തക്കിങ്ങളുടെ തവറിന്റെ ഉദാഹരണം. അപ്പൊ മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ തവർ ആരുടേതാണ് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം.